ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിലിലോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എന്താ വണ്ടിയിൽ നിന്ന് ഇൻട്രോ എടുക്കുന്നത്, എൻ്റെ ഈ കോലമൊക്കെ കണ്ടിട്ട്. ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഞാൻ ആക്ച്വലി പ്രിപ്പയർഡ് ഒന്നും അല്ല ഈ വീഡിയോ എടുക്കാൻ. എന്നുവെച്ചാൽ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ആക്ച്വലി സാറ്റർഡേ, ഇന്നൊരു തേഴ്സ്ഡേ ആട്ടോ, ഞാൻ സാറ്റർഡേയിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഒരു മടി പിടിച്ചു. പക്ഷേ പിന്നെ വിചാരിച്ചു ഇന്ന് മുതലേ അത് ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തെടുത്ത് വരാമെന്ന്. കാരണം നമുക്ക് സാറ്റർഡേ ജീച്ചാൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൂടാതെ വേറെ കുറച്ച് പരിപാടികളോടും ഉണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ ഓണ പ്രോഗ്രാമിൻ്റെ വീഡിയോയിൽ ഞാനാണെങ്കിൽ ബാമയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പം ട്രസ്റ്റി ആയിരുന്നു. ഒരു വർഷത്തേക്കാണ്. അപ്പം ഞങ്ങളത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കമ്മിറ്റിക്ക് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യണം. ഈ സാറ്റർഡേ ആണ് ഹാൻഡ് ഓവർ പാർട്ടിയും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള നമ്മളിപ്പോൾ പാർട്ടിക്ക് വേണ്ടിയുള്ള കുക്കിങ്ങും കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി ഞാനിങ്ങനെ വീഡിയോ എടുക്കുക. ആദ്യമേ എനിക്ക് ഒരു സംഭവം റിട്ടേൺ ചെയ്യാനുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു സാധനം വാങ്ങിക്കുക, റിട്ടേൺ ചെയ്യുക, ഇത് തന്നെ പരിപാടി. നിങ്ങൾ പഴയത്തെ വീഡിയോയിലൊക്കെ കാണും. ഇപ്പം എൻ്റെ ജോലിസ്ഥലം തോണ്ട അവിടെയാണ് കേട്ടോ. അവിടുന്ന് എൻ്റെ UPS ഇവിടെ ഈ ഒരു ഭാഗത്താണ്. അപ്പം ആ തൊട്ടടുത്തുള്ളത് കൊണ്ട് എനിക്ക് റിട്ടേൺ ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് സാധനം മേടിക്കുക, പിന്നെ റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി നമ്മുടെ ഈ ഭാമ കമ്മിറ്റിയുടെ ഇത് ഹാൻഡ് ഓവറിന് വേണ്ടി കുറച്ച് നമ്മുടെ ഫയലുകൾ പേപ്പറുകളൊക്കെ പഞ്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സാധനമാണ്. ഹോൾ പഞ്ചറാണ്. പക്ഷേ ഇത് വന്നപ്പം ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ സംഭവം ഉള്ളിൽ പൊട്ടിയിരിക്കും. അപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് ഞാൻ പുതിയത് ഇന്ന് വീട്ടിൽ വരുമായിരിക്കും. ഇതപ്പം ആദ്യം ഒന്ന് റിട്ടേൺ ചെയ്യണം. പിന്നെ സാധനം റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോസ്കോയിലോട്ട് പോകണം. ആക്ച്വലി പരിപാടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനം ഒന്നെങ്കിൽ കോസ്കോയിൽ നിന്ന് മേടിക്കണം, അല്ലെങ്കിൽ വലാർത്തെ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വലാർത്തയുണ്ട്, മെക്സിക്കൻ കടയാണ്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാം. ആക്ച്വലി ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നമുക്ക് കോസ്കോയിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് മൂന്നും കോസ്കോയിൽ നിന്ന് മേടിച്ചിട്ട് ബാക്കി നമുക്ക് വലാർത്തയിൽ നിന്ന് മേടിക്കാം. ഒരാൾക്ക് ബർത്ത്ഡേ. എന്റെ പൊന്നി, അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ പല്ലിലെ കമ്പിയെല്ലാം വലിച്ചൂരി. അപ്പോൾ അതെല്ലാവരും ഇന്ന് ഫിക്സ് ചെയ്യാൻ പോയി സ്കൂളിൻ്റെ ഇടയ്ക്ക്. പിങ്കോ, ഡാഡിയുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് വാങ്ങിച്ചതാണ്. എന്നൊക്കെ വല്ല ടെസ്റ്റാണോ? രണ്ടുപേരും ബുക്കിരുന്ന് പഠിക്കുന്നത്. ബുക്കിരുന്ന് പഠിക്കുന്നത് എന്താ? പിള്ളേര് ടൈക്കോണ്ടോ പഠിക്കുന്നുണ്ട്. അപ്പം പിള്ളേര് 2 മാസമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഇന്ന് അവരുടെ ടെസ്റ്റാണ്. കേറാൻ സ്ഥലമില്ല, ഫസ്റ്റ് വീഡിയോ എടുക്കാന്നുള്ളതില്ല. എനിക്ക് അങ്ങനെ കണ്ടാ പോരാ, എനിക്ക് നല്ലവണ്ണം കാണാം. ഓൾ ദി ബെസ്റ്റ്. അത് ബെസ്റ്റ് ആരൻ വല്ലോണ്ട്. ഇപ്പഴാ ബോധം കണ്ടോ, ഇതുവരെ കറുത്ത കണ്ണാടിക്കുള്ളിലായിരുന്നു. ഞാന് കോലം. ഇപ്പോഴുള്ള ബെൽറ്റ് ഇതാണ്. ഇവര് 7 ലെവല്, ഇല്ല 7 അല്ല 5, 1 2 3 4 5 6. ഇവിടെ നല്ല രസമുണ്ടല്ലോ, വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ അറിയത്തില്ലായിരുന്നല്ലോ. ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. എപ്പോഴും അതിൻ്റെ അകത്ത് സ്ഥലം കാണാറുണ്ട്. ഇന്നിപ്പോൾ സ്ഥലമില്ല അകത്ത്. ഒത്തിരി പിള്ളേർ പേരൻസും ഒക്കെ അകത്ത്. ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. കണ്ട് ഇവിടെ എല്ലാം പേരൻസ് വെയിറ്റ് ചെയ്യുക സൈഡിലൊക്കെ കാണാനായിട്ട്. ആനും ഏരനും ഒക്കെ അകത്ത് കയറി. ഇവിടെ നിൽപ്പുണ്ട് അവരെ രണ്ടുപേരും. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആരെയും ഇപ്പം അകത്ത് കയറാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അകത്തുള്ളവരൊക്കെ ഇപ്പം ഇറങ്ങിയതിന് ശേഷം നമ്മൾ കയറും.
Good job, Anne. Good job. Good job. Good job, Aaron. നിസ്സാരം. രണ്ടെണ്ണം കിട്ടും. Good job, Anne. Good job. എന്ത് സർട്ടിഫിക്കറ്റ്? അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ബെൽറ്റിലോട്ട് കയറിയാ. ഗുഡ് ജോബ് ഡാഡി. കൊണ്ട് നടന്നുകൊണ്ട് പ്രയോജനമുണ്ട്. ഞാനാ പഠിപ്പിച്ചു കൊടുത്തത്. ഗുഡ് ജോബ് ആൻ. ഗുഡ് ജോബ്. ബ്രാഞ്ചസ് മരത്തിന്റെ ബ്രാഞ്ച് വല്ലതും മുറിക്കണമെങ്കിൽ ഞാൻ ഒന്ന് മുറിച്ച് ഞാനെന്ന് പറയുമ്പോഴേക്കും ഏറിന് എനിക്ക് വയ്യ. എന്താ പറഞ്ഞ നിക്ക് ഇത് എന്റെ മോൻ എന്തിനാ കാണിക്കുന്നത്? നിന്റെ പൊങ്കൽ പറഞ്ഞു ഇവരോടൊന്നും പറഞ്ഞു. അല്ല ഇനി കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മുറ്റത്തേക്കുന്ന മരമൊക്കെ ഒന്ന് വെട്ടിക്കളയാൻ പറഞ്ഞ പിള്ളേരോട് പറഞ്ഞാൽ മതി. ചളിയാണെന്ന് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് ടൈക്കോണ്ടം കഴിഞ്ഞിട്ട് വലാർത്തത് ഞാൻ ഉച്ചയ്ക്ക് പോകാനിരുന്ന കടയാണ്. പക്ഷെ ഉച്ചയ്ക്ക് പോക്ക് നടന്നില്ല. ചിക്കൻ മേടിക്കുന്നത് വീച്ചാൻ പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എന്തായാലും ഞങ്ങളിപ്പം വാങ്ങിച്ചു. ഇന്ന് ഞാൻ കട്ട്ലേറ്റിൻ്റെ ഒന്ന് റെഡിയാക്കി വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. മണി 8 മണിയായി. ഡാഡിയൊക്കെ പോയെന്ന് തോന്നുന്നു. ഇവിടെ ഫ്രഷ് ജ്യൂസൊക്കെ അടിച്ചു കിട്ടും. ഓ ഡാഡി മേടിച്ചു ജ്യൂസ്. ഇങ്ങനെ എടുത്തു തരുന്ന കാണുമ്പോ എന്താണ്ട് ഒരു കള്ള ലക്ഷണം. എന്താണ്ട് കുരുക്കാന്ന് ആ മുഖം കണ്ടാ എനിക്ക് എഴുതി വായിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഇത് എന്തോന്നാ പേരെന്തോന്നാ? എന്തിനാ ഡാഡി പൈസ കളഞ്ഞിങ്ങനെ? മാംഗോയാ? സ്പൈസി ആണോ? എന്തോ വേറെന്തോ സോസ് ഒഴിച്ച് നശിപ്പിച്ചാണ്. ഐ മീൻ കുഴപ്പമില്ല. ഓക്കെ, നമുക്കപ്പോൾ ചിക്കൻ മേടിക്കാൻ പോവാം. തൈ എടുക്കണോ? അത് നമുക്ക് കട്ട്ലേറ്റിന് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയാണ്. അതെ, ഒരു ബ്രസ്റ്റ് ഒരു തയ്യോ മതിയായിരിക്കുമല്ലോ. പക്ഷെ തയ്യെന്നാണോ എഴുതിയേക്കുന്നത്? മനസ്സിലാവുന്നില്ല. ഇത് ബ്രസ്റ്റ്, ഇതിനെന്തോ പറയണേ? ചിക്കൻ, സ്ലൈസ്ഡ് ചിക്കൻ, thin sliced chicken breast. breast ആണോ അത്? ബി എന്ന് എഴുതിയേക്കുന്നുള്ളൂ. എനിക്ക് തയ്യാന്ന്. സോറി ഗൈസ്, ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല ഗൈസ്. ആക്ട് നാച്ചുറൽ. അല്ല നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കണം. അവൾ തലയും കുത്തി താഴെ. നീ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞൂടെ നോക്കിക്കോ കേട്ടോ, തട്ടി വീഴല്ലേ. ഓക്കെ, എവിടോട്ട് തെർമസിൽ എടുക്കാനായിട്ട് പോകുന്ന? അതിൻ്റെ ഇടയ്ക്കല്ലേ ഇത് കല്യാണ വീഡിയോ ഒക്കെ എടുക്കും. അങ്ങോട്ട് നോക്കി വാ വാ. വാളി ചാളി വീഡിയോ. വാ ബാ. ഇത് കട്ടി ഉള്ളതാണോ നല്ലത് കട്ടി കുറഞ്ഞതായിരിക്കും? കട്ടി കുറഞ്ഞത് ഇത് നല്ല. ഓ അത് ആ ബ്രാൻഡ് ഉണ്ട്, ഗോയയുടെ ഉണ്ട്. ഇത് സ്വീറ്റ് ഉണ്ട്. ഇന്നിനിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളിനി വീട്ടിൽ പോയി ഉറങ്ങുക, ഡിന്നർ എന്തെങ്കിലും കഴിക്കുക. പിള്ളേർക്കൊക്കെ സൂഷി മേടിച്ചു. ആനിന് സ്മൂത്തിയൊക്കെ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ആയിരിക്കും. അല്ലാതെ ഇനിയും വേറെ ഒന്നുമില്ല. നാളെ ഇനിയും ജോലി, സ്കൂള്, അങ്ങനെ തിരക്കാം. അപ്പോൾ നമുക്കിനിയും എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. എന്നിട്ട് സാറ്റർഡേ വരെയുള്ള വീഡിയോ ആയിരിക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഇറങ്ങി എണ്ണിട്ടാ. ഹലോ. അപ്പം നമ്മൾ ഇന്നലെ രാത്രി കൊണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. അത് തേഴ്സ്ഡേ ആയിരുന്നു. ഇന്നിപ്പോൾ ഫ്രൈഡേ ഒരു 4:30 ആവുന്നുണ്ട് കേട്ടോ.
അപ്പം ഞാൻ ജോലിയിൽ നിന്ന് ഇപ്പം വന്നതേ ഉള്ളൂ. ആക്ച്വലി ജോലിയിൽ നിന്ന് നേരത്തെയാണ്, ഞാൻ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമൊക്കെ ആയപ്പം ഞാനങ്ങ് ഇറങ്ങി. ലഞ്ച് കഴിച്ചിട്ടില്ല. ആക്ച്വലി ഇന്ന് ജോലി സ്ഥലത്ത് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡ് ഞാനിങ്ങനെ കൊണ്ടുവന്നു. സാൻഡ്വിച്ച് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നാളെ നമുക്ക് നമ്മുടെ ബാമ കമ്മിറ്റിയുടെ ഹാൻഡ് ഓവർ പാർട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയാണ് നമ്മൾ ചിക്കനൊക്കെ ഇന്നലെ മേടിച്ചത്. അപ്പോൾ ഇന്ന് ഒന്ന് റെഡിയാക്കി വെക്കണം. എന്നിട്ട് നാളെ ജസ്റ്റ് വറുത്താൽ മതിയല്ലോ. അപ്പം അതൊന്ന് റെഡിയാക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ പ്ലാന്. അതുകൂടാതെ ഇന്ന് വൈകുന്നേരം ഇത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഒരു മീറ്റിംഗ് കൂടെ വെച്ചിട്ടുണ്ട്. 8:30 ആകുമ്പോഴേക്കും മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഒരുവിധം എല്ലാ ജോലിയൊന്നും ഒതുക്കുവാണെങ്കിൽ അപ്പോൾ ഫ്രഷായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാമായിരുന്നു. ഫുഡ് ഞാൻ ട്രൈ ടിപ്പാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ബ്രെഡൊക്കെ നല്ല അങ്ങ് സോഗിയായിപ്പോയി. ഇനി ഇവൻ കുഴഞ്ഞു പോയി. ഇതാണ് പിള്ളേർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് 1 മണിക്കൂർ എടുക്കും. ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അല്ലാതെ തന്നെ ഇത് നമ്മൾ ഓവനിൽ വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് 1 അവർ എടുക്കും. ഓവന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഇപ്പോഴേക്ക് ആരൊക്കെയാണ് വരുന്നത്? എന്നാണ്ട് ഒരു എനർജി ഇല്ലാത്ത പോലെ. ഒരാളുടെ സന്തോഷം. ബർത്ത്ഡേ കാർഡ് പള്ളിയിൽ നിന്ന് വന്നു ചീച്ചു. എല്ലാവരുടെയും ബർത്ത്ഡേയുടെ സമയമാകുമ്പോൾ പള്ളിയിൽ നിന്ന് കാർഡ് അയക്കും അവർ. ഈ വീഡിയോ ഓൺ ആയിരിക്കുന്നതുകൊണ്ടാണ് ജീവിച്ചാൻ ഒന്നും പറയാത്തത്. ഇത് ഓഫായി കഴിഞ്ഞാലുള്ള അവസ്ഥ. വെക്കാനായിട്ട് സമയമായി. ഓവൻ പ്രീ ഹീറ്റായി. ഇപ്പോൾ നമുക്കൊരു അലുമിനിയം ഫോയിൽ കൂടെ ഇട്ടിട്ട് അകത്ത് കയറ്റാം. നമ്മുടെ വീഡിയോഗ്രാഫർ ഇപ്പം ആനാണ്. വെച്ചിട്ട് അടയ്ക്കുക. എന്നിട്ട് എത്ര മിനിറ്റാണ്? 1 അവർ കുക്ക് ടൈം വയ്ക്കുക. അല്ലെങ്കിൽ ഇന്ന് മൊത്തം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, കോഫി റെഡി. മാക്ക് ആൻഡ് ചീസിൻ്റെ ആവാറായെന്ന് തോന്നുന്നു. എൻ്റെ ടൈം കഴിഞ്ഞു. പാടിക്കും. എല്ലാം അടച്ച് വെച്ചേക്കുക. ആയിട്ടുണ്ട്. കട്ട്ലേറ്റിന് വേണ്ടിയുള്ള ഉള്ളി പൊളിക്കുക കേട്ടോ, നല്ല നീറ്റിൽ. അപ്പം ഞാനൊരു 2 വലിയ സവാള എടുത്തേക്കുന്നത്. എത്ര വേണ്ടി വരുമെന്നൊന്നുമില്ല, എൻ്റെ ഒരു കണക്കനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. എന്താ ഇങ്ങോട്ട് എന്താ ഓടി ഓടി അയ്യേ ചിക്കൻ കൊടുത്തു. ചിക്കനിൽ മസാല പുരട്ടി വയ്ക്കാമെന്ന് എഴുതി. ഉള്ളി ഏട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഇത് അയ്യേ അത് മാറ്റുന്ന. ഇത് കൈ കഴുകിയതാ, സത്യമായിട്ട് കൈ കഴുകിയതാ. നമ്മുടെ ചിക്കൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി പൊട്ടറ്റോയും കൂടി ഇങ്ങനെ കഴുകി നല്ലവണ്ണം കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് നല്ലവണ്ണം തേച്ച് കഴുകിയിട്ട് ഇങ്ങനെ 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഈ ചിക്കൻ്റെ അകത്തങ്ങ് ഇട്ട് അങ്ങ് വേവിച്ചെടുക്കും. പിന്നെ ഉള്ളി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇതത്ര എരിയില്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഇച്ചിരി 3 വലിയതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. കുക്കറിൽ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുക. ഇതുവരെ വിസിലൊന്നും വന്നിട്ടില്ല. ഒരു 2-3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാക്ക് ആൻഡ് ചീസ് റെഡി ആയിട്ടുണ്ട്. ചീസെല്ലാം മെൽറ്റായി. ചൂടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാനത് കണ്ട് എത്രമാത്രം വെള്ളം ഇറങ്ങിയായിരുന്നു. ഞാൻ വെള്ളം അങ്ങനെ ഒഴിച്ചത് പോലുമില്ല, അല്ലാതെ തന്നെ ഇത്ര ഇറങ്ങി. ഇതല്ല, ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെള്ളം വറ്റിക്കാനായിട്ട് വെച്ചേക്കുക. മസാലയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഉണ്ടയും കട്ട്ലേറ്റ് ഉരുട്ടിയെടുക്കാന്ന്. ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. എല്ലാം റെഡിയായി. 8:30 ആവാറായി. ഇപ്പം മീറ്റിംഗൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം കാണാം.
അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു. ഒരു ഷോർട്ട് മീറ്റിംഗ് ആയിരുന്നു, 1/2 മണിക്കൂർ മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാളെ പ്രസിഡൻറ്റിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ ഇപ്പം മണി 9:05 അപ്പോഴേക്കും ജീച്ചാൻ ഇവിടെ നമ്മുടെ ഇതെല്ലാം എല്ലാം മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് കൈയൊക്കെ കഴുകി ഇപ്പം ഞാനിങ്ങനെ ഉരുട്ടി നോക്കുമായിരുന്നു. ഒരു 30 പേർക്കുള്ള ഇത് ഉരുട്ടി നോക്കണം. പിന്നെ അധികം ഉണ്ടെങ്കിൽ ഞാനത് ഫ്രീസ് ചെയ്ത് വയ്ക്കും. സമയം 11:59. പിറന്നാളുകാരൻ എന്തിയേ? ഇതാണോ? ഇതൊരു രണ്ടുപേരും ആണോ? അല്ല. കേക്ക് സെറ്റ് ചെയ്തു. ബർത്ത്ഡേ ബോയ് എന്തിയേ? ചെറിയ അത്യാവശ്യം മുറിക്കുള്ളൂ. എത്രാമത്തെ വയസ്സാവാൻ പോന്നെ? യു വേണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ എനിക്ക് ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ? സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളേ ഉള്ളൂ? അതൊക്കെ ഉള്ളൂ. 10 കൊല്ലം കൊണ്ട്. അതാണ് റീസൈക്കിൾ. ഫോർ യുവർ ബർത്ത്ഡേ. ആടിക്ക് എത്ര വയസ്സായി ഇപ്പം? 25. 23 പ്രൊമോഷൻ കിട്ടി. എന്തായാലും വർഷം കണക്കാക്ക. 2 വർഷം മുമ്പ്. ശരി. എന്താ പുത്രൻ തെളിയിച്ച്. അത് തന്നെ, അത് തന്നെ. ഡാഡി തന്നെ സ്വന്തം. ഓക്കെ, അപ്പോൾ പാടാ. റെഡി, 1 2 3. ഇങ്ങോട്ട് എടുത്തിട്ട് വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാമേ ഡാഡി കഴിച്ചു തരാം. ഡാഡിക്ക് പറ്റിയ പാട്ട്. ഹാപ്പി ബർത്ത്ഡേ. എന്തെന്നാ? ബെസ്റ്റ് ഗിഫ്റ്റ്. എല്ലാവരുടെയും പേരുണ്ടോ? 3 പേരുടെയും പേരുണ്ട്. അപ്പൊ എനിക്കോ? അവൾ എനിക്കിവിടെ എൻ്റെ കയറപ്പോൾ എഴുതിയിട്ടുണ്ട്. പോസ് ചെയ്ത് കേട്ടോ. ഓക്കെ, ബൈ. കട്ട്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. എൻ്റെ അപ്പം ഹാപ്പി ബർത്ത്ഡേ ഡാഡി. ഓക്കെ, ബൈ. ബൈ. ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റു. ഒത്തിരി രാവിലെ ഒന്നല്ല കേട്ടോ, 8 മണിയായി എണീറ്റപ്പം. എണീറ്റ് നമ്മുടെ രാവിലെ കോഫിയും ജീച്ചാനുള്ള ഹണി ലെമൺ വാട്ടറും ഒക്കെ ഉണ്ടാക്കി. അപ്പം ഇന്ന് സാറ്റർഡേയാണ്. അപ്പം ഇന്നാണ് ജീച്ചാൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ജീച്ചാൻ്റെ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി 12 മണിക്ക് കേക്കൊക്കെ മുറിച്ചതിന് ശേഷം നിർത്തിയതാണ്. എന്നിട്ട് ഞാൻ 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉറങ്ങിയത്. കാരണം കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പം 1 മണി കഴിഞ്ഞു. അതുകൊണ്ട് താമസിച്ച് എണ്ണീറ്റത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ളൊരു കൈൻഡ് ഓഫ് ബിസി ഡേ ആണ്. 10-10:30 ആകുമ്പോഴേക്ക് ആനാണെങ്കിൽ വോളിബോളിൻ്റെ ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ടൂർണമെൻറ്റാണ്. അപ്പോൾ സ്കൂളിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതിന് ജീച്ചായം കൊണ്ടുപോകണം. സാധാരണ നമ്മളെല്ലാവരും കൂടിയായിരുന്നു പോകാറുള്ളത്. പക്ഷെ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ജീച്ചായനായിരിക്കും കൊണ്ടുപോകുന്നത്. രാവിലെ ബർത്ത്ഡേ ആയിട്ട് എന്ത് കഴിച്ചായ പരിപാടി? ഹാപ്പി ബർത്ത്ഡേ. ഇന്നാണ് ഒഫീഷ്യലി ബർത്ത്ഡേ. ഇതടി പ്രായമായതിൻ്റെ ആണോ അടി ഇതൊക്കെ? വയസ്സ് കൂടുന്നതനുസരിച്ച് ഭയങ്കര അതിന് വേദനയെ ഒരു പണി അങ്ങോട്ട് നടക്കുന്നില്ല ഡാഡി.
ഈ ഡ്രിപ്പിങ്സ് ഒക്കെ വരുന്നുണ്ടോ? ഇല്ല, എക്സ്ട്രാ ഫ്ലേവർ, സോൾട്ടിന് വേണ്ടി കഴിക്കുന്നവരുണ്ടാവും. എക്സ്ട്രാ ഫ്ലേവർ അതൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ ഞാൻ എടുക്കും, വേറെ ടിഷ്യൂവിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, കുറച്ച് ഞാൻ സ്ലൈസ് ചെയ്തു, കുറച്ച് ഡൈസ് ചെയ്തു. ഞാൻ ഡൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജീച്ചാൻ പറഞ്ഞത് ഡൈസ് അല്ല ചെയ്യേണ്ടത്, സ്ലൈസാണ് ചെയ്യേണ്ടത്. അങ്ങനെ പിന്നെ സ്ലൈസും കൂടി ചെയ്തു. എന്തുവാണോ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. രാവിലെ എണ്ണിട്ടിട്ട് ഏത് വശത്തു കൂടിയാണോ ഒന്ന് തിരിഞ്ഞ് എണ്ണിട്ടത്, ഇത് ശരിയാവുന്നില്ല. എന്താ അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനിങ്ങനെ മുട്ട പുഴുങ്ങാനും ഇതൊക്കെ അങ്ങനെ ഷടേന്ന് ഉണ്ടാക്കുക. കുറേ നേരമായിട്ട് ഞാൻ ഷടേന്ന് ഉണ്ടാക്കുക, പക്ഷെ ഒന്നും അങ്ങോട്ട് ഉണ്ടാക്കുന്നില്ല. മുട്ട എങ്ങനെ ഷടേന്ന് പുഴുങ്ങുന്നു? ചൂടുവെള്ളത്തിലോട്ടിട്ടാൽ മതി, ഷടേന്നാവും. അങ്ങനെ ബർത്ത്ഡേ പോയി റെഡിയായി, അഴക്കുണ്ടാക്കുക. എവിടെ പോവാ? എക്സ്പ്ലോർ അലാസ്കേ പോവാണോ? ലിബാം വിട്ടാ അപ്പൊ ഇട്ട് ലിബാം. നന്മ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, അത് തന്നെ. ഉള്ളി മുട്ടയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, വ്ളോഗിങ് ഞാൻ എടുത്തു ഗൈസ്. ഞാനും കൂടെ എൻ്റെ വോളിബോൾ ഇതിന് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ടീഷർട്ട് എടുക്കണം. അപ്പോൾ ഇതാ ടീം, ഈ ബ്ലൂ ഇട്ടേക്കുന്നതാണ് എൻ്റെ സ്കൂള്. അടിപൊളി. It won the first set, but we won the second set, so it's a tie. It's a tie? Okay, good. All right, what are you doing? I'm bored. Being goofy. ആൾക്കാർ പോകുന്ന വഴിയിൽ ബോബയോ ഐസ് ടീ വല്ലതും മേടിക്കുമായിരിക്കും. ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ബോബ. That last game, Daddy was clapping for the other team, not for our team. They played well, that's why. So you clap for them? ബോബ ടീ ഇതാ സാധനം. ബേസിക്കലി ചായ, ഇത് എന്തോ ഒരു ഫോം ഉണ്ട്, It's a cloud foam. ക്ലൗഡ് ഫോം. ഇത് ഇവരുടെ ഫെൻസ് എന്ന് പറഞ്ഞ കടയുടെ സ്പെഷ്യാലിറ്റി. Probably no more. ഇത് നിഷിക്ക് വേണ്ടിയിട്ട് മാച്ച, ഇത് ഗ്രീൻ ടീ. Oh, that's matcha and then the milk. മാച്ച ഗ്രീൻ ടീ. മാച്ച ഗ്രീൻ ടീ, പിന്നെ കുറെ പാലൊഴിച്ചിരും. പിന്നെ Matcha is green tea in Japan, and this is Aaron's. ഞാൻ കഴിച്ചില്ല ഗൈസ്. ഐ എം ബീങ് ഹെൽത്തി. ബൈ. Huh? Not being healthy. Data. ഇവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളോ? We tied all sets. Yeah. So തോറ്റ് തൊപ്പിയിട്ടിട്ട് വന്നേക്കുന്നു. no, the first set they all won, and then the second set we all. എനിക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് അവളുടെ വായിക്കുന്നു. അവന്റെ വായ തുറന്നിരുന്ന് ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു പോവാ. അതെ, ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. ഇതിന് കാരണമായിരിക്കും മിശ്രിതം ഒന്നൽക്കം ഇന്നെ കെട്ടിപ്പിടിക്കാത്തതും അല്ലെങ്കിൽ പുറമേയുള്ള ക്രംബ് കുറച്ച് മികച്ച് ചേർത്ത് പിടിപ്പിക്കാത്തതുമാക്കാം. മിതമായ ചൂടും കൃത്യമായ കോട്ടിങ്ങും ചെയ്തു നോക്കിയാൽ ഇത്ര കട്ട്ലറ്റുകളൊക്കെ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന? ഇത് കണ്ടു. ഒരു പക്ഷേ ചൂട് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി എണ്ണയുടെ താപനില സ്വല്പം മാറ്റം വരുന്നത് കൊണ്ടോ ഇങ്ങനെ ഇരിക്കാം. പപ്സ് അടി വെച്ചത് കുറച്ച് കരിഞ്ഞു പോയി, കുറച്ചല്ല കാര്യമായിട്ട് കരിഞ്ഞു പോയി. ഒരു ബാച്ചിൽ പോയി. കുഴപ്പമില്ല, നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയത് കൊണ്ട് ഓക്കെ. ഡാഡി അവിടെ ചെന്നിട്ട് പപ്സ് കഴിക്കരുത് കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് പപ്സ് പോലും തന്നില്ല ഗൈസ്. നോ പപ്സ്. കട്ട്ലേറ്റിന് വേണ്ടിയുള്ള ഉള്ളിയും ഒക്കെ ഒന്ന് സെറ്റാക്കിയതാണ്. ഹലോ, അങ്ങനെ ഞാൻ അവസാനം ഇറങ്ങി, എല്ലാവരും റെഡിയായി. ബർത്ത്ഡേ പോയി ഏരന്
അവിടെ ഷൂസ് ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. എന്താ ചോദിച്ചാൽ നോക്കുന്ന എന്തോ പറയാനായിട്ട്. പതുക്കെ പായസമൊക്കെ വെളിയിൽ പോവും. അപ്പം ഞങ്ങൾ ഇറങ്ങി. 4:30 മീറ്റിങ്. നമ്മളവിടെ എത്തുമ്പോൾ 4:27. നേരത്തെ എത്തണമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ ഇറങ്ങിയപ്പം താമസിച്ചു പോയി. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കുറച്ച് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാം. ഇവിടെ കിടക്കാണ് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ കേക്ക് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ മുറിക്കുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക ഓരോരുത്തർ. ജിജുവിന് ബർത്ത്ഡേ ആയിട്ട് പൂവും ഇലയും എല്ലാത്തിനും ഇപ്പൊ ബർത്ത്ഡേ ആക്കി. അങ്ങനെ ചോദിച്ചോരോന്ന് എടുപ്പിക്കുക. മറന്നുപോയെന്ന് തോന്നുന്നു. നീ അതിന് ക്ലിക്ക് ചെയ്തില്ലല്ലോ. ഇന്നിപ്പോ സമാധാനത്തിൽ പോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു കയറുകയാണ്. പിടിച്ച അയ്യോ കിട്ടിയതൊക്കെ പോരെ. ഹലോ, എവിടെ പോവാ? ബർത്ത്ഡേ ബോയ് കഴിഞ്ഞു. ബർത്ത്ഡേ എൻഡ് ഇന്നുകൊണ്ട് തീർക്കാന്ന് കരുതി. ബർത്ത്ഡേയുടെ എൻഡ് ഇന്ന് സൺഡേയാ. ഞങ്ങൾ പള്ളിയിൽ പോവാ. അപ്പം ജീച്ചാൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് പ്രെയറൊക്കെ കാണും. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് പ്രെയർ അല്ലേ? അല്ല, ജീച്ചാൻ്റെ മാത്രം ബർത്ത്ഡേ പ്രമാണിച്ചല്ല, അല്ലാതെ ഇന്ന് സ്പെഷ്യൽ പ്രെയർ ഉണ്ടാവും ബർത്ത്ഡേ ആയതുകൊണ്ട്. അപ്പം അതും കൂടി കൂടാന്ന് കരുതി ഞങ്ങൾ ഇന്ന് പോവാ. അപ്പം ഞാൻ കരുതി ഇന്നത്തെ ദിവസം കൂടി വീഡിയോ എടുത്തിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ആക്ച്വലി ഇതിപ്പം 2 തേഴ്സ്ഡേ മുതൽ എടുക്കാൻ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 4 ദിവസത്തെ വീഡിയോ. ജീച്ചാൻ എഡിറ്റ് ചെയ്യാൻ ഒട്ടുമേ കാണത്തില്ല. ഇന്നലെ ഞങ്ങൾ രാത്രി 9:10 ആയപ്പോൾ വീട്ടിൽ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് പള്ളിയിൽ പോകാനുള്ള എല്ലാം ഒന്ന് ഓടിച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് താമസിച്ചു. ഇന്നിപ്പം ഇനി സൺഡേ സ്കൂളുണ്ട് പിള്ളേർക്ക്. പക്ഷേ കുറച്ച് നേരം വല്ല ഇരിക്കാനേ പറ്റത്തുള്ളൂ. ആദ്യം ഉറക്കത്തില്ല. ഉറങ്ങി ഓടിക്കുന്നു. ഉറങ്ങി റിലാക്സ് ചെയ്ത് ഓടിക്കുന്നു. വണ്ടിയിൽ ഒരു സെറ്റിങ്ങിന്റെ കുറവുണ്ട്. എന്ത്? ഇജക്ട് ബട്ടൺ. നിന്നെ വെളിയിൽ ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ. അങ്ങനെ ഒന്നും റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. പറ്റി പിടിച്ചിരിക്കുന്ന കണ്ടോ? അതാണ്ട് റിജക്ട് അല്ല, ഇജക്ട് ചെയ്യാൻ. അങ്ങനെ 1 മിനിറ്റിൽ ഞങ്ങൾ പള്ളിയിലെത്തും. അങ്ങനെ ബർത്ത്ഡേക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തോ? എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ നന്നാവണേന്നോ? അടുത്ത് തന്നെ അതാ. അങ്ങനെ ഞങ്ങള് പള്ളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. കുറച്ച് നേരമായി. 1 മണിക്കൂറോളം ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. നമ്മൾ ആദ്യം മൂവി കാണണമെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ 2:15 ഓൾറെഡി, നമ്മളല്ല ജീച്ചാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവി. Look at this car. Look at this thing. I don't know if it's a car. കാറാണോ? അങ്ങോട്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടില്ലല്ലോ. Can I get the menu for the drinks? For drinks? It's not on menu. It's not on the menu? This is all we have. ജയിച്ചതാ. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറാണോ? അപ്പോൾ നല്ലതാണോ? അങ്ങനെ കടുപ്പെല്ലാം കഴിഞ്ഞു ഇറങ്ങി. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. റീഗൽ ഐമാക്സ്
ആദ്യമായിട്ടാണ് വരുന്നത് എന്തായാലും. ഇവിടെ ചെന്നപ്പോൾ എല്ലാം മലയാളികൾ, മലയാളത്തിലൊക്കെ കുറേ ചുറ്റിനും പറയുന്നത് കേൾക്കുന്നത്. കിടന്നാൽ മതി, കുഴപ്പമില്ല. കിടന്നാൽ കുഴപ്പമില്ല, പിന്നെ ഉറങ്ങിയോടെ പോകുമോ, ഭക്ഷണമോടൊപ്പം കഴിച്ചതാ. മലയാളമൊക്കെ പറയുന്നത് സൂക്ഷിച്ചു. ശരിയാ, ഇവിടെ മൊത്തം മലയാളികളാ. വലിയായിരുന്നു അവിടെ കയറി വന്നപ്പോഴേക്കും പറഞ്ഞു, ഈ ചുരിദാറും ഇട്ടുകൊണ്ട് വേറെ ആരും കാണത്തില്ലായിരിക്കും. നോക്കിയപ്പോൾ ചുറ്റിനും മൊത്തം മലയാളികൾ. വലിയ ടിപ് ടോപ്പ് ചുരിദാർ, സംസാരം കേട്ടാ വിചാരിക്കും എന്റെ പൊന്നെ ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. Better time to let the savings begin. റിജക്ഷൻ Are you gonna ask now? Would you like to be asked out? അവരെല്ലാവരും കാട്ടില് ഉറക്കാം. കഥ ഇതുവരെ നല്ല പൂത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന ദൈവമേ. എന്തായി കഥ? അവളെ കഥ പറയുമായിരുന്നു, അവളെങ്ങനെ ആയെന്ന്. ടീച്ചറിന്റെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? കിടന്നുറങ്ങും, ഡാഡി ഉറങ്ങുന്നത്. അവനെന്താ അനിഷ്ടപ്പെട്ടോ? സൂപ്പർ ഹീറോസിനൊക്കെ ഇഷ്ടമുള്ളൂ. നമുക്ക് നെറ്റ്ഫ്ലിക്സിലിരുന്ന് കാണാം. നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, കഥ പറയുന്നേ ഉള്ളൂ. ഡാഡിക്ക് ഇനി 3 മിനിറ്റ് കൂടെ ഉണ്ട് ഇനി ബാക്കി ഉറങ്ങാനായിട്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള സംഭാഷണത്തിനുള്ള ടൈം 3 മിനിറ്റ് കഴിഞ്ഞാൽ ഉറങ്ങാം. വീണ്ടും ഉറങ്ങാൻ ചോദിച്ചാൽ 2 മിനിറ്റ് കൂടെ ഇത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മൂവിയിലോട്ട് കയറും. എന്തെങ്കിലും പറയാനുണ്ട്? മൂവി എങ്ങനെയുണ്ട്? സോഫാർ ഇഷ്ടപ്പെട്ടോ ഡാഡിക്ക്? പോരാ. മൂവി കണ്ട് അങ്ങനെ ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു അന്നൂട്ടി? മൂവി മിണ്ടരുത്. ചേച്ചി ഓടി രക്ഷപ്പെടുന്നത്. I think there might be a part 2 to it. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി മൂവി? സൂപ്പർ പടം, സൂപ്പർ പടം. ഓക്കെ മൂവി കണ്ടോണ്ടിരിക്കാം. It was a good movie. ഓക്കെ അങ്ങനെ The ending I want to watch. അത് അടുത്ത പാട്ട് വരും, അതുകൊണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഓൾമോസ്റ്റ് 7 മണി ആവാറായി. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീക്കെൻഡ് കഴിഞ്ഞു. നെക്സ്റ്റ് സാറ്റർഡേ ഇങ്ങനെ ഹാൻഡ് ഓവറിന് വേണ്ടിയുള്ള കുക്കിങ് അങ്ങനെ തിരക്കായി. പിന്നെ ഇന്ന് രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഈ സമയമൊക്കെ ആയപ്പോഴാണ് വന്നത്. ഇനിയും അപ്പം ആക്ച്വലി വീക്കെൻഡിൽ ചെയ്യേണ്ട കുക്കിങ്ങും ലോണ്ട്രിയൊക്കെ പെൻഡിങ്, അതൊക്കെ പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഇനി ചെയ്യണം. വീട് വൃത്തിയാക്കലും എല്ലാം ഒരു മെസ്സായിട്ട് കിടക്കുക ഇവിടെ. പിന്നെ ഈ വീഡിയോ ആക്ച്വലി ഒരു 2-3 ദിവസത്തെ വീഡിയോ ആണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജീച്ചാൻ്റെ ബർത്ത്ഡേ അതെല്ലാം കൂടി ഒരു കോർത്തുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വന്ന് ടയേർഡായി കുളിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ മാത്രം വീഡിയോ എൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണാം.